കാസ്ഗര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന മോഡൽ എന്ന് പറയുന്നത് ട്രൈബറിന്റെ RXT വേരിയന്റ് ആണ്. ട്രൈബർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും, ഇന്ത്യയിൽ വെച്ച് കിട്ടാവുന്ന വൺ ഓഫ് ദ സേഫസ്റ്റ് ആൻഡ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു MPV കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിന്റെ, അതായത് ഈ RXT വേരിയന്റ് ഫീച്ചേഴ്സ് എന്തൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. റെനോ ഡ്രൈവറിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് 4 മീറ്റർ താഴെ വരുന്ന സെഗ്മെന്റിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന്റെ ഓവറോൾ ലെങ്ത് വരുന്നത് 3990 mm ആണ്. ഇതിന്റെ വിട്ട് നോക്കുകയാണെങ്കിൽ 1739 mm, അതുപോലെ തന്നെ 1643 mm ഹൈറ്റ് ആണ് വരുന്നത്. 152 mm ആണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. 3 ലെയറിൽ ക്രോം ഫിനിഷോട് കൂടിയുള്ള ഗ്രില്ല് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഹാലജൻ പ്രൊജക്ടർ ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ് ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ ഹൈ ബീമും ലോ ബീമിന്റെ ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിന്റെ താഴെയായിട്ട് നമുക്ക് DRL പ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. DRL നമുക്ക് ഫുൾ ഓപ്ഷനിൽ മാത്രമേ കമ്പനി നൽകുന്നുള്ളൂ. സെൻട്രലായിട്ട് നമുക്ക് ഹണി കോമ്പിന്റെ ഒരു വലിയ എയർ ഡാം കാണാൻ സാധിക്കും. അതിന്റെ താഴെയായിട്ട് ഒരു സ്കിറ്റ് പ്ലേറ്റും ഈ വാഹനത്തിൽ അവൈലബിൾ ആണ്. എഞ്ചിൻ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 999 cc ഇൻലൈൻ 3 സിലിണ്ടർ നാച്ചുറൽ ആസ്പിറേറ്റ് പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. മേറ്റ് ചെയ്തിരിക്കുന്നത് 5 സ്പീഡ് മാനുവൽ ആൻഡ് AMT വരുന്നുണ്ട്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ 72 PS 96 ടോർക്കാണ് വരുന്നത്. 18-ന് 20-ന് ഇടയിലായിട്ടാണ് മൈലേജ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. 165/80/14 ടയർ സൈസ് ആണ് വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഒരു സിൽവർ ഫിനിഷോടുള്ള വീൽ കവറും നൽകിയിട്ടുണ്ട്. LED ബ്ലിങ്കേഴ്സ് എല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നത് ബോഡി കളർ പെയിന്റോടുള്ള ഓറിയമിൽ തന്നെയാണ്. ഹാൻഡ് ലിവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും അത് ബോഡി കളറുടെ തന്നെയാണ് വരുന്നത്. ആൻഡ് വീലാർച്ച് ക്ലാഡിങ്സും നമുക്ക് ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. അതുകൂടാതെ 50 കിലോ വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു റൂഫ് റെയിൽ കാര്യങ്ങൾ കൂടി ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. അതും ബ്ലാക്ക് ഫിനിഷോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഫുള്ളി ഫാബ്രിക് ആയിട്ടുള്ള ഡുവൽ ടോൺ ഫിനിഷോടുള്ള സീറ്റ്സ് ആണ് വരുന്നത്. ഡ്രൈവർ സീറ്റ് കാര്യങ്ങളൊന്നും ഹൈറ്റ് അഡ്ജസ്റ്റബിൾ അല്ല, ഫോർവേഡ് അഡ്ജസ്റ്റബിൾ മാത്രമല്ല. അതായത് ലീൻ ചെയ്യാനും സ്ലൈഡ് ചെയ്യാൻ മാത്രം ഓപ്ഷൻ വരുന്നുള്ളൂ. ആൻഡ് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളുടെ എല്ലാം ഫിക്സഡ് ടൈപ്പാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള കംഫർട്ട് ആയിട്ടുള്ള സീറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് ബീച്ച് ഫിനിഷോട് കൂടിയിട്ടുള്ള ഇന്റീരിയേഴ്സ് ആണ് ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. സെയിം തന്നെയാണ് നമ്മുടെ സീറ്റിലും കാര്യങ്ങളും എല്ലാവരും കണ്ടിന്യൂ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡാഷ്ബോർഡിൽ നോക്കുകയാണെങ്കിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷോട് എലമെന്റ് വന്നിട്ടുണ്ട് അപ്പർ സൈഡിലായിട്ട്. അതുപോലെ തന്നെ AC വെന്റ്സിന് ചുറ്റും ഒരു ക്രോം എലമെന്റ്സും കൊടുത്തിട്ടുണ്ട്. 2 ഗ്ലൗ ബോക്സ് സെറ്റപ്പ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. അപ്പർ ഗ്ലൗ ബോക്സിൽ ഒരു ബ്ലാക്ക് ഫിനിഷും അതുപോലെ തന്നെ ലോവർ ഗ്ലൗ ബോക്സിന് ഒരു ബീച്ച് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. സ്പേസിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും റെനോ ചെയ്തിട്ടില്ല. 60-40 സ്പ്ലിറ്റോടുകൂടിയുള്ള ഫുൾ ഫാബ്രിക് സീറ്റ്സ് ആണ് വാഹനത്തിന്റെ സെക്കൻഡ് റോയിൽ നൽകിയിരിക്കുന്നത്. അഡ്ജസ്റ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അഡ്ജസ്റ്റബിൾ ടൈപ്പ് തന്നെയാണ് വരുന്നത്. സ്പ്രിംഗ് ലോഡ് ആയതുകൊണ്ട് തന്നെ 1 ടച്ച് ടംബറാണ് ഈ ഒരു സൈഡിലെ സീറ്റ് വരുന്നത്. ആ സീറ്റ് നമുക്ക് സ്ലൈഡ് ചെയ്യാനും ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ബട്ട് നമുക്ക് ടംബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഹാഫായിട്ട് ഒരു സെമി രീതിയിൽ നമുക്ക് അതിനെ ഫോൾഡ് ചെയ്യുന്ന ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഈ ഒരു സൈഡിൽ കൂടി തന്നെ നമുക്ക് അകത്തേക്ക് കയറേണ്ടത്. എൻ്റെ ഹൈറ്റ് വരുന്ന 5 അടി 9 ഇഞ്ചാണ്. 6 അടി ഹൈറ്റ് ഉള്ളവർക്ക് പോലും ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ ഹെഡ് റൂം കാര്യം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതാണ് ഈ വാഹനത്തിന്റെ ഡിസൈൻ്റെ ഒരു മികവ് എന്ന് പറയുന്നത്. നമുക്ക് ലെഗ് റൂം ആണെങ്കിലും ഹെഡ് റൂം ആണെങ്കിലും തേർഡ് റോയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് പോലും എനിക്ക് 2 ഇഞ്ചോളം ഗ്യാപ്പാണ് ഈ വാഹനത്തിന്റെ തേർഡ് റോയിൽ സീറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സെക്കൻഡ് റോ ഞാൻ കാര്യമായിട്ടൊന്നും അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. ഈഗിൾ ബീക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലാണ് ഈ വാഹനത്തിന്റെ ടെയിൽ ലാമ്പ് സെക്ഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതും ഹാലോജൻ യൂണിറ്റ് ആണ് വരുന്നത്. റിയർ ക്യാമറ, ഇയർ വൈബർ വിത്ത് വാഷറും കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിൽ അവൈലബിൾ ആയിരിക്കും. ബമ്പറിലായിട്ട് സിൽവർ ഫിനിഷോടുള്ള സ്കിറ്റ് പ്ലേറ്റ്സും കാര്യങ്ങളും വരുന്നുണ്ട്. വിത്ത് റിയർ പാർക്കിംഗ് സെൻസേഴ്സും ഇതിൽ അവൈലബിൾ ആയിരിക്കും. തേർഡ് റോ അപ്പായിരിക്കുന്ന സമയത്ത് നമുക്ക് 84 ലിറ്റർ മാത്രമാണ് ഈ വാഹനത്തിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് വരുന്നത്. ബാക്ക് പാക്സ് അങ്ങനത്തെ ചെറിയ ഐറ്റംസ് മാത്രമേ നമുക്ക് ഇതിൽ കീപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. തേർഡ് റോ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 620 ലിറ്റർ ബൂട്ട് സ്പേസ് കിട്ടും. അതിൻ്റെ ഇമേജ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇതിൽ ആഡ് ചെയ്തേക്കാം. PDO വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഡ്രൈവറിന്റെ ഡോർ പാഡിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ മിററിന്റെ അതുപോലെ പവർ വിൻഡോയുടെ കൺട്രോൾ സ്വിച്ചസ് നമുക്ക് കാണാൻ സാധിക്കും. സ്റ്റിയറിംഗ് വരുമ്പോൾ ക്വിഡിലും കൈകാരിലും കണ്ട അതേ കോമ്പാക്ട് ആയിട്ടുള്ള ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് തന്നെയാണ് വരുന്നത്. പിയാനോ ബ്ലാക്ക് ഇൻസേർട്സും ഇതിലും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇൻഫോടൈം സിസ്റ്റത്തിന്റെ കൺട്രോൾസും ഇതിൽ വരുന്നുണ്ട്. ക്ലസ്റ്റർ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈകളിലും ക്വിഡിലും കണ്ട അതേപോലെ തന്നെ ഫുൾ LED ക്ലസ്റ്ററാണ് വരുന്നത്. സെൻട്രലായിട്ട് നമുക്കൊരു മോണോക്രോമാറ്റിക് ഡിസ്പ്ലേ വരുന്നുണ്ട്. അതിലാണ് ട്രിപ്പും അതുപോലെ തന്നെ ഫ്യൂൽ എഫിഷ്യൻസി, റേഞ്ച്, TPMSന്റെ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും നൽകുന്നത്. 8 ഇഞ്ചിന്റെ ഇൻഫോടൈൻ സിസ്റ്റം തന്നെയാണ് ഈ വാഹനത്തിലും കൊടുത്തിരിക്കുന്നത്. ക്വിഡിലും കൈകളിലും കണ്ട സെയിം സിസ്റ്റം തന്നെയാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റി എല്ലാം ഈ വാഹനത്തിനും വയർഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ഓൾസോ ഇതിൽ അവൈലബിൾ ആണ്. താഴത്തായിട്ട് AC കൺട്രോൾസും താഴത്ത് കുറച്ച് സ്പേസ് കാര്യമെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 12 വോൾട്ട് USB ഓക്സിലറി എല്ലാം അവൈലബിൾ ആണ്. ഗിയർ ലിവർ വരുമ്പോൾ പിയാനോ ബ്ലാക്ക് ഫിനിഷോടുള്ള ക്രോം ഇൻസേർട്സ് ആണ് വരുന്നത്. സെൻട്രലായിട്ട് ഒരു കൂളിംഗ് ലോ ബോക്സ് വരുന്നുണ്ട്. ആ കാണുന്ന റിയർ പാസഞ്ചേഴ്സിന്റെ AC കൺട്രോൾസ് ആണ് വരുന്നത്. 3 വർഷം അല്ലെങ്കിൽ 1,00,000 കിലോമീറ്റർ ആണ് സ്റ്റാൻഡേർഡ് വാറന്റി ആയിട്ട് റെനോ ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 7 വർഷം അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്റർ ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി നൽകിയിട്ടുണ്ട്. ഇനി വാഹനത്തിന്റെ സേഫ്റ്റി കാര്യങ്ങൾ നോക്കണമെങ്കിൽ 2 എയർ ബാഗ്സ് ആണ് ഈ വാഹനത്തിന് നിലവിൽ നൽകിയിരിക്കുന്നത്. ഈ ഒരു പർട്ടിക്കുലർ വേരിയന്റിന് ട്രാക്ഷൻ കൺട്രോൾ, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, ABS വിത്ത് EBD വിത്ത് ബ്രേക്ക് അസിസ്റ്റ്, അതുപോലെ സെക്കൻഡ് റോയൽ പാസഞ്ചർ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ എന്നിവയെല്ലാം ഈ വാഹനത്തിന്റെ സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫിറ്റ്മെന്റ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ Instagram അക്കൗണ്ട് കൂടി ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയാലും വാഹനം നോക്കുന്നുണ്ടെങ്കിൽ അവർ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്